ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തെ അമ്മ കുറച്ചാൾ ഹോസ്പിറ്റലിലായിരുന്നു, നടുവേദന. ഇപ്പം ഈ അനിയത്തിക്ക് എല്ലാ ദിവസവും ഉപ്പുമാവ് വേണം. സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേറെ ആരാ? അവസാനം ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പഠിച്ചു. എന്നോട് പറയായിരുന്നില്ലേ കുക്കിംഗ് അറിയില്ല എന്നുള്ളത്? അത് ഈ ഉപ്പുമാവിൻ്റെ അനാട്ടമിയാണ് എല്ലാത്തിനും എന്നാണ് എൻ്റെ ഒരു വിചാരം. കുഴപ്പമില്ല, ഞാൻ കുക്കിംഗ് ക്ലാസ് എടുത്ത് തരാം. നമ്മൾ പഠിക്കാം. ഈ വെറ്റില അടക്ക അങ്ങനെ എന്തെങ്കിലും ഓവറാക്കണ്ട. ഇത് റൗണ്ടായില്ലല്ലോ. റൗണ്ട് അവിടെ നോക്കാം, അടുത്ത ക്ലാസ്സിൽ പഠിപ്പിച്ചു തരാം. ഇപ്പോൾ എടുത്തിടും. ചപ്പാത്തി എടുത്തിട്. ഇനി മറിച്ചിടും. ചപ്പാത്തിയുടെ കാര്യമോ പറഞ്ഞേ? ഞാൻ ചെയ്തോളാം. ബാക്കി ക്ലാസ് നാളെ കേട്ടോ. നമ്മുടെ പേഴ്സണൽ ചിലവുകളല്ലാതെ ബാക്കി വരുന്ന എക്സ്പെൻസസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യണം. ഈ കറണ്ട് ബില്ല്, ഗ്രോസറി ഷോപ്പിംഗ്, ഈ ഫ്ലാറ്റിൻ്റെ റെൻറ്റ്, അങ്ങനെയൊക്കെ. ഫ്ലാറ്റിൻ്റെ റെൻ്റൊക്കെ ഫ്രീ ആണ്, ബാക്കി ഷെയർ ചെയ്യാം. ഒരു 150 അയച്ചേക്കും. രാവിലെ ഡ്രോപ്പ് ചെയ്തില്ലേ, അതിൻ്റെ ട്രാവൽ അലവൻസ്. ഞാൻ വേറൊരു ഡൗട്ട് കൊണ്ട് ചോദിച്ചോട്ടെ. ഈ കുക്കിംഗ് ചാനലിലെ ചേച്ചിമാര് പറയൂലേ, ഈ പാകത്തിന് ഉപ്പ്, ഈ പാകത്തിന് സാമ്പാർ പൊടി, എന്താണ് ഈ പാകം? പാകം പാകം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകം, അതിനങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അറിഞ്ഞൂടല്ലേ? പിന്നെ ഈ ഫ്ലാറ്റിന് എന്താ റെന്റില്ലാന്ന് പറഞ്ഞാ? നല്ല ബന്ധുക്കളുടെ? ഇതെന്റെ ബോസിന്റെ. അവിടെ റെന്റ് വേണ്ടേ? ബോസ് റെന്റിന് കൊടുത്ത പ്രോപ്പർട്ടി ചെയ്ത് കഴിഞ്ഞ താമസിച്ച കപ്പിൾ ഇവിടെ തൂങ്ങി മരിച്ചു. എന്നിട്ടെന്ത്, ഇവിടെ പ്രേതശല്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് റെന്റിന് പോലുള്ള. പിന്നെ ഓരോ അന്ധവിശ്വാസങ്ങൾ. ചില രാത്രികളിൽ ഞാനിവിടെ ചില സൗണ്ടൊക്കെ കേൾക്കാറുണ്ട്. ചുമ്മാ കളിക്കല്ലേ? കുടുംബക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച് കിട്ടിയ ചരടാണ് എൻ്റെ അരയിൽ കാണാൻ. എനിക്കിതൊന്നും വിശ്വാസമില്ല. വിശ്വാസമില്ല, അതുവരെ പോയി കിടന്നുറങ്ങിക്കോ. ഞാൻ പാത്രം കഴിയിട്ട് കിടന്നുറങ്ങിക്കോളാം. അജ്മി സാമ്പാർ പൗഡർ വിളമ്പാം സാമ്പാറിന്റെ നല്ല വിശേഷം.